അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 11ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 10 ഭാഗങ്ങളും ചെറിയ ക്ലിപ്പുകളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ 10ാമത്തെ ഭാഗത്തിൽ അവസാനമായി നാം ചർച്ച ചെയ്തത് നിസ്കാരത്തിന്റെ നൃത്തത്തിൽ കൈകെട്ടി നമ്മൾ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൈ കെട്ടി നിൽക്കുകയാണ്. ഇനി സുന്നത്തുള്ള കാര്യം ആണ് ഈ ക്ലിപ്പിൽ വിവരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം ഇമാമിനും മഅ്മൂമിനും തനിച്ച് നിസ്കരിക്കുന്നവനും സ്ത്രീക്കും കുട്ടിക്കും പുരുഷനും യാത്രക്കാരനും ഫർള് നിസ്കരിക്കുന്നവനും ഇരുന്ന് നിസ്കരിക്കുന്നവനും സുന്നത്ത് നിസ്കരിക്കുന്നവനും കിടന്ന് നിസ്കരിക്കുന്നവനും ഒക്കെ സുന്നത്തുള്ള ഒരു കാര്യമാണ്. നിർബന്ധം ഇല്ല, എന്നാൽ സുന്നത്തുണ്ട്. സുന്നത്തുകൾ, നിസ്കാരത്തിലുള്ള സുന്നത്തുകൾ നാം പാലിച്ചാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം ഒഴിവാക്കി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല, നിസ്കാരം സഹിയാകും. പക്ഷേ അത് ഒഴിവാക്കാൻ പാടില്ലാത്ത, നാം കൊണ്ടുവരേണ്ട പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് അറബിയിൽ പറയുക. നമ്മുടെ ഭാഷയിൽ നമുക്ക് തിരിയുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ വജ്ഹത്തു ഖദൽ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി ഇനി അദ്ദേഹം ചൊല്ലേണ്ടത് വജ്ഹത്തു ആണ്. വജ്ഹത്തു ഓതൽ സുന്നത്താണ്. ആർക്കെല്ലാം? ഇമാമിന് വജ്ഹത്തു ഓതൽ സുന്നത്താണ്, മഅ്മൂമിനും വജ്ഹത്തു സുന്നത്താണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സുന്നത്താണ്, സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും സുന്നത്താണ്, യാത്രക്കാരനും ഫർള് നിസ്കരിക്കുന്നവനും സുന്നത്ത് നിസ്കരിക്കുന്നവനും വജ്ഹത്തു സുന്നത്താണ്, ഇരുന്ന് നിസ്കരിക്കുന്നവനും കിടന്ന് നിസ്കരിക്കുന്നവനും ഒക്കെ വജ്ഹത്തു സുന്നത്താണ്. പക്ഷേ മയ്യിത്ത് നിസ്കരിക്കുന്ന ആൾക്ക് വജ്ഹത്തു ഓതൽ സുന്നത്തില്ല. മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിലും ഖബറിന്റെ അടുത്ത് ചെന്ന് മയ്യത്തെ മറമാടിയതിനു ശേഷം ഖബറിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും അവർക്കൊന്നും ഈ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വജ്ഹത്തു ഓതൽ സുന്നത്തില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ ഒന്നും മയ്യത്ത് നിസ്കരിക്കുന്ന ആൾക്ക് വജ്ഹത്തു സുന്നത്തില്ല. അതേ പ്രകാരം തന്നെ ഇമാമിനെ നൃത്തമല്ലാത്തതിൽ എത്തിച്ച ഒരാൾക്ക് വജ്ഹത്തു സുന്നത്തില്ല. നൃത്തത്തിൽ ഇമാമിനെ ലഭിച്ച ആൾക്ക് വജ്ഹത്തു ഓതാൻ സമയമുണ്ടെങ്കിൽ ഓതൽ സുന്നത്തുണ്ട്. ഒരാൾ നൃത്തത്തിൽ ഇമാമിനെ എത്തിച്ചു, അഥവാ ഇമാം അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെന്ന് നിയ്യത്ത് ചെയ്ത് കൈ കെട്ടിയ ഉടനെ തന്നെ ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇമാം സലാം. ഇവൻ ഇരിക്കുന്നതിന് മുമ്പ് സലാം കിട്ടിയാൽ പിന്നെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവന് വജ്ഹത്തു സുന്നത്തുണ്ട്. ഇരിക്കാൻ സമയം കിട്ടി, ഇരുന്നതിന് ശേഷമാണ് ഇമാം സലാം കിട്ടിയാൽ പിന്നെ എഴുന്നേറ്റ് വജ്ഹത്തു ഓതൽ സുന്നത്തില്ല. അതേ പ്രകാരം തന്നെ വജ്ഹത്ത് കൊണ്ടുവന്നാൽ ഫാത്തിഹയിൽ നിന്ന് അല്പം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ഒരാൾക്ക് വജ്ഹത്ത് സുന്നത്തില്ല. അങ്ങനെ ഒരു ഭയം തോന്നുന്നുണ്ട്. വജ്ഹത്ത് ഓതിയാൽ ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സമയം കിട്ടുകയില്ല, അതിന്റെ മുമ്പ് ഇമാം റുകൂയിലേക്ക് പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വജ്ഹത്തു സുന്നത്തില്ല.
ഇതേ പ്രകാരം തന്നെ നിസ്കാരത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം സമയത്തിന്റെ പുറത്ത് സംഭവിക്കും. അഥവാ വജ്ഹത്ത് കൂടി ഓതിയാൽ നിസ്കാരം പൂർണ്ണമായി വഖത്തിൽ കിട്ടുകയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വജ്ഹത്ത് സുന്നത്തില്ല. ഇതേ പ്രകാരം തന്നെയാണ് അഊദും ഈ ഘട്ടങ്ങളിൽ സുന്നത്തില്ല. അതേ പ്രകാരം തന്നെ ഒരാൾ അഊദ് ഓതാൻ ആരംഭിച്ചു, കൈകെട്ടിയ ഉടനെ തന്നെ അഊദുവാണ് ഓതിയത് എങ്കിൽ പിന്നെ വജ്ഹത്ത് സുന്നത്തില്ല. ഇനി അഊദുവല്ല ബിസ്മിയാണ് ഓതിയത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ ബിസ്മില്ലാഹി എന്നാണ് തുടങ്ങിയതെങ്കിൽ വജ്ഹത്തുവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, വജ്ഹത്ത് സുന്നത്തില്ല. ഒരാൾ അഊദ് ഓതാൻ വേണ്ടിയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, കൈകെട്ടിയ ഉടനെ തന്നെ അയാൾ അഊദു എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അയാളുടെ നാവ് അവിചാരിതമായി ബിസ്മിയിലേക്ക് വന്നു, ബിസ്മി പറഞ്ഞു. എന്നാലും വജ്ഹത്ത് നഷ്ടപ്പെടുകയില്ല, അയാൾക്ക് വജ്ഹത്ത് സുന്നത്തുണ്ട്. ഇത്രയും സുന്നത്തായ കാര്യങ്ങളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. ഈ സുന്നത്തുകൾ നാം കേൾക്കുന്നതോടുകൂടെ 1-2 തവണ കേട്ട് മനസ്സിലാക്കുന്നതിനാണ് ചെറിയ ക്ലിപ്പുകളാക്കി മാറ്റിയിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് ഇത് കൈമാറുകയും ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് കേട്ടതിനുള്ള ഒരു നന്ദി എന്ന നിലക്ക് ലൈക്ക് നൽകുകയും ചെയ്യണമെന്ന് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഉണർത്തുകയാണ്. ഇതിന്റെ 12ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലെത്തും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.